ഡോക്ടറെ, ഈ ഞരമ്പ് പരിശോധന ഇല്ലാതെ കാർപ്പൽ ടണൽ സിൻഡ്രോം കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇത് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്താണ് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ഇല്ലെങ്കിൽ ഞരമ്പ് പരിശോധന എന്നുള്ളത് അറിയണം. നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ ഒരു നെർവ് എന്ന് വെച്ചാൽ ഒരു നാഡിക്ക് എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു പരിശോധനയാണ്. അത് ചെറിയ രീതിയിലുള്ള ഒരു കറണ്ട് ഒരു നാഡിയുടെ ഒരു വശത്ത് നമ്മൾ കൊടുത്തിട്ട് അത് നാഡിയുടെ മറ്റേ എൻഡിൽ എത്ര വേഗതയിൽ എത്തുന്നു അല്ലെങ്കിൽ എത്ര ഇന്റൻസിറ്റിയിൽ എത്തുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുന്നതിന്റെ പേരാണ് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി. അപ്പോൾ ഈ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ചെയ്താണോ ഡോക്ടറെ പോയി കാണേണ്ടത്? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. എന്താണ് ക്ലിനിക്കൽ ഡയഗ്നോസിസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹിസ്റ്ററി എല്ലാം കേട്ട് അതിനുശേഷം പരിശോധനകൾ നടത്തി ഡോക്ടർ കണ്ടുപിടിക്കുന്ന ഒരു അസുഖമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എപ്പോഴാണ് ഡോക്ടേഴ്സ് സാധാരണഗതിയിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഒന്ന് എറ്റിപ്പിക്കൽ സിംറ്റംസ് എന്ന് വെച്ചാൽ സാധാരണ കാർപ്പൽ ടണലിൽ കാണുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സിംറ്റം കണ്ടാൽ. രണ്ട്, മരുന്ന്, റെസ്റ്റ്, സ്പ്ലിന്റ് ഇതെല്ലാം തന്നു നോക്കിയതിന് ശേഷവും നിങ്ങളുടെ ബുദ്ധിമുട്ട് കുറയുന്നില്ല, അത് കൂടുകയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ ആ സമയത്ത്. മൂന്ന്, സർജറി നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ചെയ്യാറുണ്ട്. സർജറി പ്ലാൻ ചെയ്യുന്ന സമയത്ത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ചെയ്യുന്നത്. ഒന്ന്, സിവിയറിറ്റി ഓഫ് ദ ഡിസീസ് കണ്ടുപിടിക്കാനായിട്ട് എത്ര ശതമാനം കംപ്രഷൻ ഉണ്ട് എന്നുള്ളത് നോക്കാൻ. രണ്ട്, കാർപ്പൽ ടണൽ സിൻഡ്രോം ഉള്ള ആൾക്കാർക്ക് തന്നെ ചിലപ്പോൾ മറ്റൊരിടത്തും കൂടെ കംപ്രഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ പേര് ഡബിൾ ക്രഷ് സിൻഡ്രോം എന്നാണ്. അതായത് കയ്യിൽ കംപ്രഷൻ ഉള്ള അതേ സമയത്ത് കഴുത്തിലും കംപ്രഷൻ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കൂടെ ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറയുന്നത് ഒരിക്കലും ഡോക്ടറിന്റെ നിർദ്ദേശമില്ലാതെ നിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു ഹാൻഡ് സർജനെ സമീപിക്കുക.